പറക്കുന്ന ബൂത്തിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നതായി അവിടെ നിന്ന് റിപ്പോർട്ടുകൾ, സൂചനകൾ വരുന്നു. ബിജു പങ്കജ് ഉണ്ട്. ബിജു, എന്താണ് അവിടെ നടക്കുന്നത്? ഇവിടെ പറക്കുന്നം 34-35 ബൂത്തുകളിലാണ് പ്രശ്നങ്ങളല്ല. ഇവിടെ ഭയങ്കര ക്യൂ ആണ്. കാരണം വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണെന്നാണ് വോട്ടർമാർ ആരോപിക്കുന്നത്. വോട്ട് ചെയ്ത് കഴിഞ്ഞോ? കുറച്ച് സ്ലോ ആണ്. എന്താ കാരണം? മിഷൻ നേരത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് ശരിയായി വരുന്നുള്ളൂ. ഇത്രയും തിരക്ക് ഇവിടെ വരുന്നതാണോ? ഏകദേശം വോട്ട് ചെയ്ത് കഴിഞ്ഞു. താമസമുണ്ടോ? താമസം ഈ 35 കുറച്ച് താമസം വരുന്നത്. അത് ഇപ്പോൾ ശരിയാക്കിണ്ട്, ഒരാളും കൂടി എടുത്തിട്ടുണ്ട് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷൻ. അഭിലാഷ, ദൃശ്യങ്ങളിലൊന്നും നോക്കുക. ഇത് അവസാന നിമിഷം വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നവരാണ്. നല്ല തിരക്കാണ് ഇവിടെ. ഗവൺമെൻറ് LP സ്കൂൾ പറക്കുന്നം മന്ത്രി AK ബാലൻ്റെ വീടിന് മുമ്പിലുള്ള ബൂത്ത് കൂടിയാണ്. 34-35 ബൂത്തുകൾ. നല്ല തിരക്കാണ് കാണുന്നത്. നിങ്ങളൊക്കെ കുറേ നേരമായി വന്നിട്ട്? എത്ര സമയം? നേരത്തെ വന്നിരുന്നു, പിന്നെ ഒരുപാട് തിരക്കായപ്പോൾ പോയിട്ട് കുറേ നേരമായി വന്നിട്ട്? ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ തിരിച്ചു പോയിട്ട് വന്നു തിരക്ക് കാരണം. ഇപ്പോൾ എന്തായാലും നല്ല തിരക്കുണ്ട്. ഇവിടെ നഗര ബൂത്തുകളാണ്. പ്രത്യേകിച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് വരുമ്പോൾ നഗരപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. പാലക്കാട് നഗരപ്രദേശങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വരുന്നത്. അതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും 6 മണിയാകാറായതുകൊണ്ട് ടോക്കൺ സംവിധാനം വഴി ആൾക്കാർക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അനുമതി കൊടുക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഇപ്പോഴും ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇപ്പോഴും ആൾക്കാർ വോട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളായതുകൊണ്ട് ഉച്ച കഴിഞ്ഞൊരു 3 മണിക്ക് ശേഷമാണ് തിരക്കുകൾ നടക്കുന്നത്. വോട്ട് ചെയ്ത് കഴിഞ്ഞു? സ്കൂളിലെ ഗവൺമെന്റ് LP സ്കൂളിലെ പോളിംഗ് ബൂത്ത് അവിടെയാണ്. ഇപ്പോൾ നീണ്ട നിരയുണ്ട്. കഴിഞ്ഞപ്പോൾ വോട്ടിന്റെ ടൈമിംഗ് ഓവർ ലേറ്റാണ്. ഒരു 7 സെക്കൻഡിന് മുകളിൽ വരും നമ്മൾ ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ. അതിന്റെ ഒരു താമസമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരക്ക് വരാൻ ഇലക്ഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ജനം ഈ സമയത്ത് കൂടി നിൽക്കുന്നത്. ഇത് ആദ്യമായിട്ട് കാണാൻ ഞാൻ 23 കൊല്ലം വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ 35-ാം ബൂത്തിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച തന്നെയാണ്. അതല്ലാണ്ട് നമ്മൾ ഈ സാധാരണ കുട്ടിയും, ഇപ്പോൾ എൻ്റെ ഭാര്യ തന്നെ ഒരു ചെറിയൊരു വയസ്സായ കുട്ടിയും കൊണ്ട് 3 വട്ടം വന്ന് തിരിച്ചു പോകും. അത് ചിലപ്പോൾ പെട്ടെന്ന് ഇടയിൽ കൂടെ കയറാവണം, മറ്റുള്ളവർ മണിക്കൂർ കണക്കിൽ നിൽക്കുകയാണ്. താമസം മിഷൻ ഓരോരുത്തരുടെയും സമയം വൈകുക. ഇതേത് 34-ലും 33-ലും ഒരേ ബൂത്താണ്, 34-ലും 35-ലും ഒരേ വോട്ടാണ്. പക്ഷേ ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച. അതുകൊണ്ട് അത്രയും വൈകാൻ കാരണം ഇത്രയും തിരക്ക്. എൻ്റെ ചരിത്രം 23 വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ട് ഈ 35-ാം ബൂത്തിൽ ഇമ്മാതിരി തിരക്കാണ്. ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവോ അതോ? ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവല്ല, അവരുടെ മിഷനറി കാര്യങ്ങളുടെ സ്ലോ. ഇത് ഇത്ര നേരമായിട്ട് അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട, അവർ കെയർ ചെയ്യണം. അഭിലാഷ, പൊതുവെ ഉള്ളൊരു പരാതിയാണത് പല ബൂത്തുകളിൽ. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 23 വർഷമായിട്ട് ഈ ബൂത്തിൽ വോട്ട് ചെയ്യുന്ന ആൾ പറയുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും തിരക്ക് വരുന്നത്. നീണ്ട ക്യൂ അവിടെ ഉണ്ട്. ഈ ആളുകളെല്ലാം വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും അവിടെ പോളിംഗ് അവസാനിക്കുക എന്ന് നമ്മൾ സ്വാഭാവികമായും വിചാരിക്കുന്നു. പോളിംഗ് ശതമാനം ഇപ്പോൾ 65.98-ൽ നിന്ന് 70-ന് മുകളിലേക്ക് ഉയരാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് അതുകൊണ്ട് തന്നെ കാണാം. മിക്കവാറും ബൂത്തുകളുടെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ